ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രാവിലെ തന്നെ ഗോമതി വല്ലാത്തൊരു ടെൻഷനിലാണ് കേട്ടോ. ബാലൻ അവിടെ ഇല്ലല്ലോ, അമ്പലത്തിൽ പോയിരിക്കുകയാണ്. ദൈവമേ ഗുരുവായൂരപ്പ, എന്തിനാ നമുക്ക് ഇങ്ങനൊരു ടെൻഷനൊക്കെ തരുന്നതെന്ന് പറഞ്ഞ് അവർ വെറുതെ പേടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ ആനന്ദിന് ദേഷ്യം വരുന്നുണ്ട്. ആനന്ദ് പറയണം, അമ്മേ വെറുതെ അമ്മ ഓരോന്നും പറഞ്ഞ് അനുമോളെ ടെൻഷനാക്കല്ലേ, അവൾക്ക് ഒരുവിധം ധൈര്യമൊക്കെ കൊടുത്ത് നമ്മളിരിക്കുക. അനുക്കുട്ടി, നീ അമ്മ പറയുന്നതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കേട്ടോ. മീനാക്ഷി അടുത്ത് വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, മോളെ നിനക്ക് പേടിയുണ്ടോ? അപ്പോൾ ഉടനെ മറുപടി പറയുന്നത് നമ്മുടെ ഗോമതി കേട്ടോ. പിന്നെ പേടിയില്ലാതിരിക്കോ? ആരെയും ദേഷ്യം വരുന്നുണ്ട്. അമ്മ ഒന്നും മിണ്ടാതിരിക്കോ? എന്ത് പേടി? എടാ, ആൻറ്റിക്കുട്ടിയുടെ വക്കീലന്മാർ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവൾ പേടിച്ച് പോകില്ലേ? കൃത്യമായിട്ട് അവർ പറയുന്നതിന് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അവരെന്തെല്ലാം തിരിച്ച് പറയുന്നറിയോ? അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, അമ്മേ സിനിമയിൽ കാണുന്ന പോലെയൊന്നും അല്ല ജീവിതത്തിലെ കാര്യങ്ങൾ, കോടതിയിലെ കാര്യങ്ങളും അങ്ങനെയല്ല. അമ്മ ഇപ്പോൾ ചെയ്യുന്നത് അനുശ്രീയോട് ചെയ്യുന്ന ദ്രോഹമാണ്. ദ്രോഹമോ? ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി എന്ത് ചെയ്തെന്നാണ് പറയുന്നത്? പിന്നല്ലാതെ അറിഞ്ഞോ അറിയാതെയൊക്കെ അവളെ ഇങ്ങനെ ചുമ്മാ ഇരുന്നുകൊണ്ട് പേടിപ്പിക്കല്ലേ. എടാ, എൻ്റെ പേടി കൊണ്ടാ. അങ്ങനെ എന്തിനു പേടിക്കുന്നത്? അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് മീനാക്ഷി പറയാട്ടോ. ഇതിനിടയ്ക്ക് മിത്ര വല്ലാതെ നിൽക്കുക. മിത്രയെടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ മിത്ര, നിനക്ക് അഭിപ്രായമൊന്നുമില്ലേ? അല്ല, നിങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ടല്ലോ, പിന്നെ എനിക്കായിട്ട് എന്താ അഭിപ്രായം എന്നിങ്ങനെ മിത്ര പറയാം. മിത്രയ്ക്ക് വിഷമമുണ്ടല്ലോ അലോകിൻ്റെ കാര്യം ആയതുകൊണ്ട് തന്നെ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാലൻ വരും കേട്ടോ. ബാലൻ കയറുന്നിട്ട് എന്താ ഇവിടെ? അപ്പം തന്നെ ഗോമതി ഓടിപ്പോയി പറയാം, ബാലേട്ടാ എനിക്ക് നല്ല പേടിയുണ്ട്. എന്തിനാ പേടിക്കണം? ഗോമതി നീ ഒന്നും മിണ്ടാതിരിക്കുക. ആ കൊച്ചിനെ നീ പേടിപ്പിക്കാതെ. ഞാനെല്ലാം പറഞ്ഞ് സമാധാനപ്പെടുത്തിയാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ഒക്കെ ശരി തന്നെ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ബാലേട്ടാ, ഇവളോട് വക്കീൽ ചിലപ്പോൾ ചോദിക്കും, അലോകിനെ കല്യാണം കഴിച്ചാൽ പിന്നെ നീ അവിടെ പോയി എന്ത് ചെയ്യുമായിരുന്നു, എങ്ങനെ ജീവിക്കുമായിരുന്നു എന്നൊക്കെ മോശമായിട്ടൊക്കെ ഇവളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൾ എന്ത് ചെയ്യും? നമ്മുടെ മോളുടെ ഭാവിയൊക്കെ നോക്കണ്ടേ? ആൾക്കാരുടെ മുന്നിൽ വെച്ച് അവൾ പതറിപ്പോവില്ലേ എന്നൊക്കെ ഇങ്ങനെ ഗോമതി പറയാം. അതൊരു പോയിൻ്റാണെന്നുള്ള കാര്യം നമ്മുടെ ബാലന് മനസ്സിലാവുകയാണ്. അങ്ങനെ ബാലൻ ഓടി വന്ന് അനുമോൾ അടുത്തേക്ക് പറയാം, മോളെ ഞാൻ നിന്നോട് വീണ്ടും ഒരു കാര്യം പറയാണ്. പേടിക്കേണ്ട യാതൊരില്ല. അങ്ങനെയുള്ള കാര്യം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പല ചോദ്യങ്ങളും അവർ ചോദിക്കും. കാരണം കോടതിയിൽ അവരുടെ ഭാഗം ന്യായീകരിക്കാനേ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെയൊന്നും നീ പതറരുത്. സത്യവും ന്യായവും എല്ലാം നമ്മുടെ കൂടെ ആയിരിക്കും. ചോദ്യങ്ങൾ പലതും വരും. ചിലപ്പോൾ നമ്മളെ പേടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നതോ ആയിരിക്കും. പക്ഷേ സത്യം നമ്മുടെ ഭാഗത്തല്ലേ. പിന്നെ അവർ നമ്മൾ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കും. മോള് കുലുങ്ങരുത്. നിനക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് തന്നെ കോടതിയിൽ പറയണം. പിന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ചോദ്യം അവിടുന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നിശബ്ദമായി നീ നിൽക്കുക ചെയ്യരുത്. ജഡ്ജിനോടായിരിക്കണം നിൻ്റെ സംസാരം എന്ന് മീനാക്ഷിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരി, ഇനിയിപ്പോൾ നമുക്ക് പോയാലോ, സമയമാവുന്നുണ്ട്. അങ്ങനെ ഉടനെ ഗോമതി പറയാണ്, ഞാനും വരുന്നുണ്ട്. ദേ ഗോമതി, നീ വരണ്ട, ഞാനും അനുമോള് മാത്രം പോയാൽ മതി. ഇല്ല, ഞാൻ സമ്മതിക്കില്ല, ഞാനും വരും. എൻ്റെ മോള് അവിടെ പ്രതിക്കൂട്ടി കയറി നിൽക്കുമ്പോഴേ എനിക്കും അത് അവിടെ വരണം, അവൾക്കൊരു സപ്പോർട്ട് കൊടുക്കണം. ഞാൻ വരും എന്ന് ഒരേ വാശി കിട്ടോ. അങ്ങനെ മക്കളും മരുമക്കളും എല്ലാവരും പറഞ്ഞിട്ട് അമ്മ പോകണ്ട. അമ്മ പോയാൽ അനുമോളുടെ ആത്മവിശ്വാസം തകർക്കും. അവൾ പിന്നെ പേടിക്കും. അവളെ പേടിപ്പിച്ച് അങ്ങനെ ഒന്നാതെ അവൾ വല്ലാണ്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് അമ്മ ദേവി ഇത് പോകണ്ടെന്ന് ഒരേ നിർബന്ധം കേട്ടോ. പക്ഷെ ഗോമതിക്ക് പോയേ പറ്റുള്ളൂ. ഗോമതി പറഞ്ഞിട്ട് എൻ്റെ മോളുടെ കാര്യമില്ല, എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് ഗോമതി ഒരേ വാശി. അവസാനം നിവർത്തി കേട്ട് ആനന്ദൊക്കെ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാച്ചാ, കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് നമുക്ക് സമാധാനം തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതിയും കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഗോമതി പറഞ്ഞിട്ട് ഞാനുണ്ടെങ്കിലല്ലേ അവൾക്കൊരു ധൈര്യമുള്ളൂ. അപ്പം ബാലൻ പറയാം, അവൾക്ക് ധൈര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല നീ ഇങ്ങനെ പറയുന്നതൊക്കെ അവൾക്ക് ധൈര്യം കൊടുക്കില്ല. പക്ഷെ നിനക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നീ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, ഞാനും വരും. ശരി എന്നാൽ പിന്നെ വാന്ന് പറഞ്ഞോണ്ട് ഇവരാണെങ്കിൽ നേരെ കോടതിയിലേക്ക് ചെല്ലണം കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ കോടതിയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് എന്താണ് വീണ്ടും നമ്മുടെ ഗോമതി പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ബാലൻ പറയാണ്, ഗോമതി ഇതാണ് ഞാൻ പറഞ്ഞത്, നീ വരരുതെന്ന്. നീ മര്യാദയ്ക്ക് ഓട്ടോ ഞാൻ പിടിച്ചു തരാം, മര്യാദയ്ക്ക് വീട്ടിൽ പോ. അനുമോളെ ചുമ്മാ പേടിപ്പിക്കാൻ നിൽക്കല്ലേ. അനു, നിനക്ക് പേടിയുണ്ടോ? ഇല്ല ചാ, എനിക്കൊരു പേടിയില്ല. കണ്ടല്ലോ അവൾ എത്ര ധൈര്യത്തോടെ നിൽക്കണേ. ആ ആത്മവിശ്വാസം നീയായിട്ട് ഇല്ലാതാക്കി കളയുമല്ലോ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ നിൽക്കുക, ഞാനൊന്ന് വക്കീലിനെ കണ്ടിട്ട് വരട്ടെ. അയ്യോ, നമ്മൾ രണ്ടുപേരുമോ? ഞങ്ങൾക്ക് പേടിയാവണം ബാലട്ട, ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുക. എന്തിനാ പേടിക്കണത്? ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിങ്ങൾക്ക് കൂട്ടായിട്ടെ ഒരാളും കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആര്? തിരിഞ്ഞു നോക്കുമ്പോൾ ദേ നിൽക്കുന്നു ആര്യൻ. അപ്പോൾ ബാലൻ പറയാം, കണ്ടോ ഇവൻ വരണ്ട, നമ്മൾ 3 പേരും മാത്രമാണ് വരുന്നെങ്കിലും അവൻ പുറകെ വരും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. എന്തായാലും ആര്യ, നീ ഇവർക്ക് കൂട്ടായിട്ട് ഇവിടെ നിന്നോട്ടോ, ഞാനേ വക്കീലിനെ കണ്ട് സംസാരിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ ആര്യനെ കാണുമ്പോൾ തന്നെ ഗോമതിക്ക് കുറച്ചൊരു ആശ്വാസമൊക്കെ കിട്ടാൻ കേട്ടോ. ആ സമയത്ത്
അങ്ങനെ ആര്യം വന്നിട്ട് അനുമോളോട് പറഞ്ഞു, മോളെ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ആരും തോൽപ്പിക്കാനൊന്നുമല്ല നീ ഇങ്ങോട്ട് വന്നത്, നിനക്ക് കിട്ടേണ്ട നീതി നീ ചോദിച്ചു വാങ്ങുന്നു, അത്രയേ ഉള്ളൂ. സത്യം എന്താണ് അത് നീ കോടതി പറയുന്നു, അത്രയേ ഉള്ളൂ. ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ചായയോ കാപ്പിയോ ഒന്നും വേണ്ട, എനിക്കൊരു കുപ്പി വെള്ളം മാത്രം മതി. എനിക്കും ഒന്നും വേണ്ടാന്ന് ഗോമതി പറയാട്ടോ. നിങ്ങളിവിടെ നിൽക്കും, ഞാൻ പോയി വെള്ളം അടിച്ചിട്ട് വരാമെന്ന് പറയാട്ടോ. അങ്ങനെ അവരവിടെ ഇരിക്കുന്ന സമയത്ത് ആര്യൻ ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങി കൊടുക്കുകയാണ്. രണ്ടുപേരും വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലൻ്റെ വക്കീലിനെയും കൊണ്ട് വരുവാട്ടോ. ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ വക്കീൽ പറയാണ്, അനുക്കുട്ടി ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്തായാലും കുറച്ച് ചോദ്യങ്ങൾ എന്തായാലും കോടതിയിൽ ചോദിക്കും. അത് എന്തൊക്കെയാവും എന്നുള്ള കാര്യം ഞാൻ അനുമോളുടെ കാര്യമായിട്ട് പറഞ്ഞു തരാം, അതുമായിട്ടുള്ള ഉത്തരങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ വക്കീൽ പറയും പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയണം കേട്ടോ, എന്ന് ഒന്നും മറന്നു പോവല്ലേ എന്നൊക്കെ ഇങ്ങനെ ഗോമതി പറഞ്ഞു കൊടുക്കാണോ. ബാലനാണെങ്കിൽ ദേഷ്യം വന്നു തുടങ്ങിയിട്ടോ. അപ്പോൾ വീണ്ടും പറയാനുണ്ട്, ജഡ്ജി ചോദിക്കുമ്പോൾ ഉത്തരം അറിയില്ലെങ്കിൽ വക്കീലിനോട് ചോദിക്കണം, ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. അവസാനം എൻ്റെ കാര്യം പറയാം, അമ്മേ ഇതെന്താ പരീക്ഷയാണോ കാണാതെ പഠിച്ച് പറയാം, അമ്മ ഒന്നും മിണ്ടാതിരുന്നേ. അപ്പോൾ വക്കീൽ തന്നെ പറയാനുണ്ട്, അതെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ചോദിക്കുന്ന ചോദ്യം അത് കറക്റ്റായിട്ട് ആൻസർ പറയണം, അറിയില്ലെങ്കിൽ പോലും വേറൊരാളോട് ചോദിച്ച് ചെയ്യുകയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടായിരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ അനുമോൾക്കായിരിക്കും ശിക്ഷ കിട്ടുക. അയ്യോ അങ്ങനെയാണോ? എന്നാൽ പിന്നെ വേണ്ട, അനുമോൾക്ക് ശിക്ഷയൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനൊരു ഓട്ടോ പിടിച്ചേരാം ഗോമതി, നീ ഒന്ന് വീട്ടിൽ പോ. വീണ്ടും ബാലൻ പറയട്ടോ, ബാലട്ടാ എന്നാൽ പിന്നെ നീ മിണ്ടാതിരിക്കേ. അപ്പം വക്കീൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അച്യുതനും അനന്തനും കൂടെ കാറിൽ വന്ന് ഇറങ്ങാട്ടോ. അവരുടെ വക്കീലും കൂടെ കൊണ്ടാണ് അവർ വരുന്നത്. വന്ന് നേരെ ഫ്രണ്ടിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ബാലിനെ കാണുമ്പോൾ തന്നെ ബാലിൻ്റെ അടുത്തേക്ക് അച്യുതൻ്റെ ചുമ്മാ ഇരിക്കില്ലല്ലോ, നേരെ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അച്യുതൻ പറയുന്നുണ്ട്, കള്ള കേസ് കൊടുത്ത് അകത്താക്കിയ എൻ്റെ മോനെ ഞാൻ ഇറക്കിക്കൊണ്ട് പോകുന്നു അവിടെ നിന്ന് പറയാട്ടോ. അപ്പോൾ അനന്തം പറയുന്നുണ്ട്, എടാ നീ മിണ്ടാതിരിക്കുക, ഇല്ല ഇവനോട് 2 വർത്തമാനം പറയണം. എന്നിട്ട് വക്കീലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം, എടാ ഇതാരെന്ന് മനസ്സിലായോ? അപ്പോൾ ആര്യം പറയാം, ഓ കറുത്ത പാൻറ്റും സൂട്ടും ഒക്കെ ഇട്ട് വരുന്ന ആൾ ഫാൻസി ഡ്രസ്സിന് പോയതല്ലല്ലോ അല്ലേ, വക്കീലാണെന്ന് കണ്ടറിഞ്ഞൂടെ, പിന്നെ എന്തിനാണ് നിങ്ങളിത് ചോദിക്കണമെന്ന് പറഞ്ഞ അച്യുതനോട് കേട്ടോ. അപ്പം ആര്യനാണെങ്കിലും ദേഷ്യം വരുന്നുണ്ട്. വരുന്ന വക്കീലും ഒക്കെ ചമ്മി നിൽക്കണം. എടാ അത്രയ്ക്കുള്ള പുച്ഛവും കാര്യങ്ങളൊന്നും വേണ്ട, പിന്നെ ഹൈക്കോടതിയിലെ വക്കീലാണ് മനസ്സിലായല്ലോ, അതുകൊണ്ട് ഇയാൾ രവി വർമ്മയെന്നാണ് ഇയാളുടെ പേര്. ഇയാളുടെ ഒരൊറ്റ കേസ് മതി, പലചരക്ക് കടൻ്റെ തല കറങ്ങും ഒരൊറ്റ ചോദ്യത്തിൽ തന്നെ. കൃഷ്ണമംഗലത്തുകാർക്ക് പണം ഒരു വിഷയമേ അല്ല, ഈ രവിവർമ്മ വക്കീൽ കോടതിയിൽ നിൻ്റെ മോളെ നിർത്തി പൊരിപ്പിക്കും എന്ന് പറയുമ്പോഴത്തേക്കും അച്യുതൻ പറയാം, കൃഷ്ണമംഗലത്തുകാർക്ക് പണം ഒരു വിഷയമല്ല ഞങ്ങൾക്കും അറിയാം, അതുകൊണ്ടാണല്ലോ കുറച്ച് മുമ്പ് ഇൻകം ടാക്സ് കയറി അടപടലം കൊണ്ടുപോയത്. അപ്പോൾ അവരങ്ങ് ചമ്മി നാറി നിൽക്കാട്ടോ. പിന്നെ ഇപ്പം നീ പറഞ്ഞല്ലോ നിൻ്റെ വക്കീൽ കോടതിയിൽ എൻ്റെ മോളെ വിറപ്പിക്കുമെന്നും, വിറയ്ക്കുന്നതും ആരാവുന്നതും നിൽക്കുന്നതും നമുക്കറിയാം. പിന്നെ പേടിച്ച് വരച്ച് നിക്കറി മുള്ളുന്നവനല്ല ബാലിൻ്റെ മക്കൾ. എൻ്റെ മോള് ധൈര്യമായിട്ട് കോടതിയിൽ പറയും. അപ്പോൾ അനുമോളാണെങ്കിലും ടെൻഷൻ അടിച്ച് പേടിച്ചിരിക്കുക കേട്ടോ. നിൻ്റെ തലതെറിച്ച പുത്രനുണ്ടല്ലോ, അവൻ 7 വർഷങ്ങളും ഗോതമ്പുണ്ട് തിന്നും എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ ആര്യം പറയാം, അച്ഛാ ഗോതമ്പുണ്ടല്ല ജയില്, നല്ല ചിക്കനും ചപ്പാത്തിക്കാണ്. എന്തായാലും അവൻ പോഷകാഹാരം കിട്ടും, അതുകൊണ്ട് കുഴപ്പമില്ല. വീണ്ടും അച്യുതൻ പറയാണ്, എടാ ബാല വാദം കോടതിക്കകത്തല്ലേ, ഇവിടെ അല്ലല്ലോ, എടാ നിനക്കതറിയാമല്ലോ, പിന്നെ എന്തിനാ നീ ഇവിടെ ഒന്ന് ചൊറിയാൻ നിന്നത് എന്നും പറഞ്ഞ് തിരിച്ചു. അവസാനം അനന്തം പറയാം, എടാ നിൻ്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞു സംസാരിക്കരുതെന്ന്, നീ വായിരിക്കണം കേട്ടോ, നിനക്ക് മതിയായോടോ എന്ന് അനന്തനും ചോദിക്കാട്ടോ. എന്നിട്ട് വലിയ വക്കീൽ വലിയ ഗമയിൽ പറയണ്ട്, അതെ ഇന്ന് വരെ ഞാൻ അപ്പീൽ ചെയ്തിട്ടുള്ള ഒരു കേസ് പോലും തോറ്റിട്ടില്ല, അതാണ് എൻ്റെ കരിയർ. എന്നാൽ ബാലൻ പറയണ്ട, എന്നാ ഒരു കാര്യം വിചാരിച്ചോ, ഇത്തവണ വരുന്ന കേസ് ഉറപ്പായിട്ടും നിങ്ങൾ തന്നെ ആരാണ് ജയിക്കുക തോക്കുക നമുക്ക് നോക്കാം. ജീവിതത്തിൽ ഇതുവരെ ആരുടെ മുന്നിൽ തോറ്റിട്ടില്ല എന്നല്ലേ പറയണം. അങ്ങനെയാണെങ്കിലേ ഇതിൽ ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു കേസിൽ തന്നെ തോറ്റോട്ടെ എന്നൊക്കെ പറയട്ടോ. അതൊക്കെ പറഞ്ഞ് ദേഷ്യം വന്ന് ഇവർ പിരിഞ്ഞൊക്കെ പോവാം. അങ്ങനെ അകത്ത് കയറി കോടതിയിലൊക്കെ കയറുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ആലോകനെ പോലീസ് കൊണ്ടുവരുവാണ്. അനുമോളെ ചെറിഞ്ഞ് നോക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ആദ്യം അകത്ത് കയറി എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അനന്തൻ അച്യുതനോട് പറയുന്നുണ്ട്, നീ ടെൻഷനൊന്നും അടിക്കണ്ട, ഇന്ന് എന്തായാലും നമ്മൾ ആലോകനെ ഇറക്കിക്കൊണ്ടേ പോകത്തുള്ളൂ, പേടിക്കണ്ട എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് 2 പേരുടെയും പേര് പറഞ്ഞ് അനുമോളെയും പ്രതിക്കൂട്ടി നിർത്തിയിട്ടുണ്ട്, ആലോകനെയും പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട്, അനുമോൾ നിങ്ങൾക്കെതിരെ തന്നിരിക്കുന്ന ഈ ഒരു മൊഴിയെല്ലാം നിങ്ങൾ സത്യമാണോ ശരി വയ്ക്കുന്നോ ചോദിക്കുക കേട്ടോ. അപ്പോൾ തന്നെ ആലോക് പറയുന്നുണ്ട്, ഇല്ല ഇതെല്ലാം പച്ചക്കള്ളമാണ്, കല്യാണത്തിന് തലേ ദിവസമല്ലേ ഈ സംഭവം നടന്നതെന്ന് വക്കീൽ ചോദിക്കാം. ആണ്, പക്ഷേ അതിന് മുന്നേ ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്ന് അങ്ങോട്ട് ആലോക് പറയട്ടോ. അപ്പോൾ തന്നെ അനുമോൾ ആദ്യത്തെ ഇതിലേ പതറിപ്പോയി കേട്ടോ. അങ്ങനെ നിൽക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്